ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഈസി ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. കോവയ്ക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് കാണാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് കോവയ്ക്ക വെച്ചിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഞാനും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനും കോവയ്ക്ക അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. ഞാൻ കോവയ്ക്ക കഴിക്കുന്നത് തന്നെ വളരെ ചുരുക്കമാണ്. അതും നമ്മൾ മെഴുക്ക് വരട്ടിയാണ് ഞാൻ കഴിക്കുക. അത് തോരനോ ഒരു സാമ്പാറിലാണെങ്കിലും ഞാൻ റെയറാണ് കോവയ്ക്ക കഴിക്കുന്നത്. പക്ഷേ ഈ ഒരു റെസിപ്പി എനിക്കിഷ്ടമായി. കോവയ്ക്ക കഴിക്കാത്തവരും കഴിക്കും. എന്തായാലും ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് ഒരു 10-15 മിനിറ്റിൽ സെറ്റ് ചെയ്യാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഞാൻ 1/4 കിലോ കോവയ്ക്കയാണ് വാങ്ങിയത്, അതായത് 250 ഗ്രാം. അതിൻ്റെ പകുതി മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ, കാരണം ഒരു ചെറിയ കറി വയ്ക്കാൻ അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ കോവയ്ക്ക ചെറിയ കോവയ്ക്ക ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് മുറിക്കേണ്ട, അതിന് നീളത്തിലൊന്ന് കട്ടി കുറഞ്ഞ അരിഞ്ഞാൽ മതി. അപ്പം ഞാനെടുത്തതിൽ അത്യാവശ്യം നീളമുള്ള കോവയ്ക്ക ആയതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് രണ്ടാക്കി മുറിച്ചിട്ട് അതിനെ കട്ടി കുറഞ്ഞ ചെറിയ പീസസ് ആക്കി മുറിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് കട്ടിയിലായിപ്പോയ കോവയ്ക്ക വേവാൻ ടൈം എടുക്കും. അതുകൊണ്ട് ചെറിയ നൈസായിട്ടുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞാൽ മതി. അങ്ങനെ ആ കോവയ്ക്ക ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും കോവയ്ക്കയിലേക്ക് ചേർക്കാനുള്ള ബാക്കി കുറച്ച് ഐറ്റംസും കൂടി നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. എൻ്റെ ഈ പ്ലേറ്റിൻ്റെ ഭംഗി കണ്ടാരും നോക്കണ്ട. ഇത് ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുന്ന പ്ലേറ്റാണ്. മറ്റേത് എൻ്റെ വേസ്റ്റ് ബോക്സാണ്. അപ്പോൾ വെജിറ്റബിൾസ് ഇട്ടിട്ട് ആ പ്ലേറ്റിൽ അത്യാവശ്യം കറിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസിൻ്റെ കറിയല്ലേ, നമ്മൾ വേറൊന്നും അതിൽ ചെയ്യുന്നില്ല. വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും അത് ക്ലീൻ ചെയ്യാനും വെക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കറിക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു ചെറിയ സവാള. നമ്മൾ എടുക്കുന്ന കോവയ്ക്കനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്തോളൂ, അതുകൊണ്ട് ഒരു ചെറിയ സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ അത് രണ്ടും ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. സവാള അരിയുമ്പം നല്ല നൈസായിട്ട്, ഒട്ടും കട്ടി ഉണ്ടാകാൻ പാടില്ല, നൈസായിട്ട് അരിയാൻ, അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഒരുപാട് കട്ടി ഉണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ സവാള ഞാൻ എപ്പോഴും അരിയുമ്പോഴും ഭയങ്കര നൈസായിട്ടായിരിക്കും ഞാൻ അരിയുന്നത്. എനിക്കത് അരിയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സവാള അരിയിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ്. അതിങ്ങനെ നൈസായിട്ട് അരിഞ്ഞു കൊടുക്കുക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിൽ ചിക്കൻ കറിയോ അങ്ങനെ സവാള കൂടുതൽ വേണ്ട എന്തെങ്കിലും കറികൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അമ്മയോട് ആദ്യം പറയും സവാള ഞാൻ അരിയാം കേട്ടോ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല, കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടാവണം. നല്ല മൂർച്ചയുടെ കത്തിയാണെങ്കിൽ ഇതേപോലെ അരിയാൻ പറ്റത്തുള്ളൂ. എൻ്റെ കത്തിക്കൊരു ചെറുതായിട്ടൊരു മൂർച്ച കുറവ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ നല്ലോണം തേച്ച് മൂർച്ച കൂട്ടിയെടുക്കും കേട്ടോ. ഞാൻ വീട്ടിൽ നിന്നും നല്ല പാറക്കല്ലില്ല, അത് പൊടിച്ചത് കൊണ്ട് വെച്ചിട്ടുണ്ട്. മൂർച്ച കുറയുമ്പോൾ ഞാനതൊരു പലകയിലേക്ക് ആ ഒരു കല്ല് പൊടിച്ച പൊടി എടുത്തിട്ട് കത്തി നല്ലോണം അങ്ങ് തേച്ചെടുക്കുക. അപ്പോൾ അത് ആ കത്തി ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ പച്ചക്കറികളിലൂടെ ഇങ്ങനെ ഓടി നടക്കും. നമ്മളൊന്നും അറിയേണ്ടത്, നല്ല സൂപ്പറായിട്ട് ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് സവാളയാണ് ഞാൻ എടുത്തത്. അതിനെ നൈസായിട്ട് അരിയുന്നുണ്ട് കേട്ടോ. ഒട്ടും കട്ടി ഉണ്ടാവാതെ നൈസായിട്ട്, കട്ടി കൂടിയാലും കുഴപ്പമില്ല, നമ്മളതൊന്ന് മിക്സ് ചെയ്യുന്ന ടൈമിൽ കുറച്ചധികം എഫേർട്ട് എടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ നൈസായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മളതിനെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ സവാള അരിഞ്ഞു, ഇഞ്ചി അരിഞ്ഞു. ഇഞ്ചി ഞാനിപ്പോൾ അരിയുന്നത് ചെറുതായിട്ടാണ്, നീളത്തിൽ അരിഞ്ഞിടാം കേട്ടോ. ഇഞ്ചി താല്പര്യമുള്ളവർക്ക് ഇഞ്ചി കൂടുതലിടാം. ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു ചെറിയ പീസാണ് എടുത്ത് അത് നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക്. അപ്പം ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. നമുക്ക് വലിയ എരിവ് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഏതിലാണോ കറി വെക്കുന്നത് ആ കറി വെക്കാനുള്ള പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി, പച്ചമുളക്, ഇത് മൂന്നും ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടി ഐറ്റംസാണ് ഇടേണ്ടത്. കണ്ട പൊടികളൊന്നും വാരിയിടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് നിങ്ങളുടെ ആവശ്യാനുസരണം കേട്ടോ. ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അതൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നോർമൽ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല എരിവുണ്ടാവും. അപ്പോൾ നമുക്ക് കാശ്മീരി മുളക് പൊടിയുടെ ആവശ്യമുള്ളൂ.
അപ്പോൾ ആ കാശ്മീരി ചില്ലി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു 2 സ്പൂൺ നമ്മുടെ കളറിന് ആവശ്യമായിട്ട് കേട്ടോ. ഞാൻ 2-2.5 സ്പൂണൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അതിന് ശേഷം മല്ലിപ്പൊടിയും ഒരു 2.5 സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്പൂൺ കണ്ടല്ലോ, വളരെ ചെറിയ ഒരു സ്പൂണാണ്. അതിന് 2.5 സ്പൂൺ മല്ലിപ്പൊടി തെറ്റിക്കരുത്, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇപ്പോൾ നമ്മൾ ചേർക്കുന്ന ഉപ്പ് ചിലപ്പോൾ കറിയായി വരുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറവാകും, എന്നാലും നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഞാൻ ആവശ്യത്തിന് ഈ മിക്സിന് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരി കുറച്ച് ചേർക്കണം. ചിലർ വിനെഗർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു വിനാഗിരി ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് പുളി, നമ്മൾ കോവയ്ക്ക് നോർമലി ഒരു ചെറിയ പുളി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒരു ചെറിയ രീതിയിലൊന്ന് വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വിനാഗിരി ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കാരണം ഞാനിതിന് കടുക് താളിച്ചിടുന്നില്ല. കടുക് താളിച്ചിടാൻ പാടില്ല എന്നല്ല, പക്ഷെ ഞാൻ കടുക് താളിച്ചിട്ടില്ല. അപ്പം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ മിക്സ് നല്ലോണം കൈ കൊണ്ടങ്ങ് ഞെവടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക, കാരണം ഈ മസാല സവാളയിലും പച്ചമുളകിലും ഇഞ്ചിയിലും ഒക്കെ നല്ലോണം അങ്ങ് പിടിക്കട്ടെ. നല്ലോണം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടി ചേർക്കുക. എന്നിട്ട് നല്ലോണം മസാല തിരുമ്മി പിടിപ്പിക്കുക കേട്ടോ. കാരണം ഈ ഒരു മിക്സ് കോവയ്ക്കയിലേക്ക് നല്ലോണം ഒന്ന് പിടിക്കുന്നത് വരെ നമ്മുടെ കൈ വെച്ച് നല്ലോണം അങ്ങ് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം എല്ലാത്തിലും ഒന്ന് മിക്സായി ഉണ്ടെങ്കിൽ നമുക്കത് നിർത്താം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ നല്ലോണം അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ താരമാണ് നമ്മളുടെ തേങ്ങാപ്പാൽ. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ ഓൾറെഡി തേങ്ങ ചിരകി 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ സാധനങ്ങളൊക്കെ അരിഞ്ഞ് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാൽ എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്, നമ്മൾക്കും ഒരു മടുപ്പാവും. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചതിന് ശേഷമാണ് കോവയ്ക്ക അരിയാനും ഈ മിക്സൊക്കെ റെഡിയാക്കാനും പോയത് കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാ ഞാനൊരു തേങ്ങയുടെ അരമുറി എടുത്തു. അതിൻ്റെ 2-ാം പാലാണ് ചേർക്കുന്നത്. ഓൾറെഡി ഞാൻ അരിച്ച് വെച്ച പാലാണ്, പക്ഷേ എപ്പോഴും അങ്ങനെയാണ്. ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും പായസം ഉണ്ടാക്കുമ്പോൾ ഞാൻ അരിച്ച് വെച്ചിരിക്കുന്ന പാലാണെങ്കിലും ഞാനത് ചേർക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ അങ്ങ് അരിച്ച് തന്നെയായിരിക്കും ചേർക്കുക. എന്തെങ്കിലും പൊട്ടും പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ആ അരിപ്പിൽ വീണോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങയുടെ 2-ാം പാലൊഴിച്ച് നമ്മളുടെ ഈ മസാലയും കോവയ്ക്കയും ഒക്കെ ഒന്ന് ആ പാലിനോട് നല്ലോണം ഇളക്കി അങ്ങ് യോജിപ്പിക്കാൻ കേട്ടോ. കാരണം നല്ലോണം ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ മസാല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ച പോലെ ഇരിക്കും, അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ലോണം ഇളക്കി അതൊന്ന് ആ പാലുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾക്കിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. ഇതുവരെ നമ്മളിതിൽ തീ കത്തിക്കുകയോ വേവിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി സ്റ്റൗ ഓണാക്കി സ്റ്റൗവിലേക്ക് വെക്കാം. എന്തോ ഞാൻ ഈ കറി ഉണ്ടാക്കിയത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല, എൻ്റെ ലൈറ്ററിന് ഇരിക്കാൻ പറ്റത്തില്ല, അവിടെ ചാടി വന്നത് കണ്ടില്ലേ. എന്നിട്ട് നമ്മളതങ്ങ് മൂടി വെച്ചു. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് വേകട്ടെ. കോവയ്ക്ക വേഗുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം അത് വെന്ത് വരുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കറി ഒട്ടിപ്പിടിക്കും. പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതും തേങ്ങാപ്പാലെടുത്തതൊക്കെ വെറുതെ ആയിപ്പോവും. അപ്പോൾ അത് ആ കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. 2-ാം പാൽ നല്ലോണം കുറുകി കോവയ്ക്കയും നല്ലോണം വെന്ത് സെറ്റായി വരുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം 1-ാം പാൽ ചേർത്താം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തിളയ്ക്കാൻ അനുവദിച്ചുകൂടും. തിളച്ച് കഴിഞ്ഞാൽ പാല് പിരിയും, കറി മോശമാവും. അപ്പോൾ ഇത് നല്ലോണം കുറച്ചും കൂടി തേങ്ങാപ്പാൽ വറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാനൊന്ന് ഹൈ ഫ്ലെയിം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വറ്റി വന്നപ്പോൾ നല്ലൊരു കുറുകിയ ഒരു പരുവമാവണം. കാരണം കുറച്ചധികം വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ 1-ാം പാൽ ചേർക്കുമ്പോൾ ആ ഒരു കട്ടി കിട്ടത്തില്ല, വെറുതെ വെള്ളം പോണക്കിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് കുറുകി വരട്ടെ എന്നത് ഹൈ ഫ്ലെയിം ഇട്ടു. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ആ 1-ാം പാൽ അറിയാമല്ലോ, ഇപ്പോഴും നല്ല കട്ടിയുള്ള പാലാണ്. അതും ഞാൻ അരിച്ച് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. അതും ഒന്ന് അരിച്ചങ്ങ് ചേർത്ത് എന്നിട്ട് ഈ 1-ാം പാലിലേക്ക് ഈ ഒരു കറി നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ എല്ലായിടത്തും ആ ഒരു 1-ാം പാൽ എത്തട്ടെ. അങ്ങനെ നല്ലപോലെ ഇളക്കി അങ്ങ് കൊടുത്തു. കറിയുടെ കളറ് മാറുന്നുണ്ടോ, എനിക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി കേട്ടോ. അങ്ങനെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊക്കെ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് കറി തിളയ്ക്കും. തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് വേറെ ആയിരിക്കും. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു ടേസ്റ്റും ആ തിളച്ച് കഴിഞ്ഞാലുള്ള ടേസ്റ്റും രണ്ടും ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അത് കറി തിളയ്ക്കാൻ അനുവദിക്കാതെ തന്നെ ഞാൻ അതിലേക്ക് നമ്മുടെ ലാസ്റ്റ് ഐറ്റമായിട്ടുള്ള തക്കാളിയും പച്ചമുളകും ചേർക്കുന്നുണ്ട്.
ഞാൻ നേരത്തെ ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇപ്പോഴും ഒരു പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് തക്കാളി, ഒരു ചെറിയ തക്കാളി നീളത്തിൽ സ്ലൈസ് ചെയ്തതാണ്, അത് കട്ടി കുറവായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. അതും കൂടി ഞാനിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ വേവാനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം ആ ഒരു ചെറു തീയിൽ തന്നെ തക്കാളി വെന്തോളൂ, അറിയാമല്ലോ. അപ്പോൾ തന്നെ ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുകയാണ്. ഇതിനിടയ്ക്ക് ഞാനൊന്ന് ഉപ്പ് നോക്കുന്നുണ്ട്, കാരണം ഞാൻ ആദ്യം ചേർത്ത ഉപ്പ് എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ഉപ്പ് കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനങ്ങ് സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. കാരണം ഇനിയും ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിളച്ച് കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് ഇല്ല. ഈ ലാസ്റ്റ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് താളിച്ച് ചേർക്കാം. കടുക് താളിച്ച് ചേർക്കുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇടാം കേട്ടോ. എൻ്റെ അടുത്ത് കറിവേപ്പില ഉണ്ടായിരുന്നില്ല, കറിവേപ്പില ഉള്ളതൊക്കെ തീർന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു പ്രഹസനത്തിന് നിന്നില്ല. ഇത്രയുമൊക്കെ ഡെക്കറേഷൻസ് മതി, അധികം ഡെക്കറേഷൻസ് വേണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ കറിയുടെ മേലെ തൂവിക്കൊടുത്തു. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തു. ഇതാ നമ്മുടെ കറി റെഡി. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ലോ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ തക്കാളിയൊക്കെ ഒരു 5 മിനിറ്റ്സിൽ വെന്ത് ആ കറിയോട് സെറ്റായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ ഒരു സ്റ്റൂ കറി പോലെയും കഴിക്കാം, നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം. അടിപൊളി കോമ്പിനേഷനാണ്. കോവയ്ക്ക് ഇഷ്ടമില്ലാത്തവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോവയ്ക്ക് ഭയങ്കര ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പീസ് അറിയാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.